എന്ത് ഗുഡ് മോർണിംഗ് റൂഫി. റൂഫി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയും. സോറോ ഇവിടെ നോക്ക്, എന്നാ ഇവിടെ നോക്ക്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് 100. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി സെക്കൻഡ് ഡേ വ്ളോഗുമായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. സോ രാവിലെ ആസ് യൂഷ്വൽ സ്ലോ മോർണിംഗ് ആണ് ഞങ്ങൾക്ക്. ഒരു തിരക്കുമില്ല, പതുക്കെ എണീക്കണു. അവൻ സുഖി ചായ ഉണ്ടാക്കി കുടിക്കണു. ഞാൻ എൻ്റെ ഓവർനൈറ്റ് സോക്ഡ് എന്തെങ്കിലും സീഡ്സ് ഇട്ടിട്ടുള്ള വാട്ടർ കുടിക്കണു. ഇന്ന് ഞാൻ ഫെനുഗ്രീക്കാണ് കുടിച്ചത്. പിന്നെ സോറോൻ്റെ റൂഫിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അവർ കുറേ നേരം കളിക്കും. അത് കഴിയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്നാക്ക് പോലെ, അതായത് നട്ട്സ് എല്ലാം ഡ്രൈ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ഡയറക്റ്റ്ലി ടു ജിം. സോ നമ്മൾ എന്താ പറയുക, നമ്മൾ പേഴ്സണൽ ട്രെയിനറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പകരം ChatGPT-യിൽ നമ്മളുടെ ബോഡി വെയ്റ്റ്, ഹൈറ്റ്, നമ്മുടെ റിക്വയർമെൻറ്റ്, ഇനി എന്തെങ്കിലും ബോഡി ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ, അതിപ്പോൾ എനിക്ക് നീ ഇഞ്ചുറി ഉണ്ട്, സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അപ്പം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ റിക്വയർമെൻറ്റും വെച്ചിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന വർക്കൗട്ട്സ് എടുക്കും. 5 days വർക്കൗട്ട്സ്. അതാണ് സുഖിക്ക് സെപ്പറേറ്റ് കസ്റ്റമൈസ്ഡ്, എനിക്ക് സെപ്പറേറ്റ്. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ വർക്കൗട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് 1 hour 1.5 hour ചെയ്യാറ് ഡെയിലി. 1 hour ശരിക്ക്. പിന്നെ വാമപ്പും കൂൾ ഡൗണും കൂടെ ചേർക്കുമ്പോൾ ഒരു 1.5 hour ആകുന്നു മാത്രം. ഓക്കെ, നല്ല വെതറാണ്, പക്ഷെ മഴ മാത്രം പെയ്യുന്നില്ല. അതാണ് ഒരു പേടിയുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ മൺസൂൺ ആണല്ലോ, പക്ഷേ പേരിന് പോലും ഒരു മഴ കാണുന്നില്ല. പക്ഷെ നല്ല ഗ്ലൂമി ആയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്യും വിചാരിക്കും എല്ലാ ദിവസവും, പക്ഷെ പെയ്യുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര വെള്ളത്തിൻ്റെ ക്ഷാമം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എപ്പോഴും പെയ്യുന്ന മഴയൊന്നും പെയ്തിട്ടില്ല. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കറി ആൻഡ് അപ്പം. സോ അപ്പത്തിൻ്റെ മാവ് ഞാൻ പാക്കറ്റ് വാങ്ങിക്കാറാണ് കേട്ടോ. മറ്റേ എന്താ പറയുക, ഐഡീൻ്റെ അപ്പം ബാറ്റർ വാങ്ങിച്ചിട്ടാണ് ഞാൻ അപ്പം ചെയ്തത്. പിന്നെ കുറച്ച് സൈഡിൽ കുറച്ച് പപ്പായയും കട്ട് ചെയ്തെടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നേരെ കുളിക്കാൻ പോയി. അതിന് മുന്നേ ഞാൻ ഒരു 1 hour ഇരുന്ന് വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള സമയമായി. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് വേണം ഇടയിൽ കൂടെ ലഞ്ചിൻ്റെ പരിപാടി നോക്കാൻ. ചില ദിവസം എനിക്ക് ലഞ്ച് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടില്ല, ഫുൾ വർക്കായിരിക്കും. അങ്ങനെയുള്ള ദിവസം തട്ടിക്കൂട്ടിയാണ്. ഇത് കുറച്ച് റൈസ് ഉണ്ടായിരുന്നത്, ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നത്, കുറച്ച് കുക്കുംബർ, പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഡീപ് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാറിനേറ്റ് ചെയ്തു. എന്നിട്ട് ഇതാ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രാവിലെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കി, അതിൻ്റെ ഗ്രേവിയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ മുട്ട ഗ്രേവിയും ഫിഷ് ഫ്രൈയും ചോറും, പിന്നെ ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം 1 bowl കേടും കുടിക്കും. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഞാൻ കഴിക്കാൻ കിച്ചണിൽ വന്നാൽ അപ്പം വരും അല്ലേ റൂഫി? ആര് കിച്ചണിൽ വന്നാലും നമ്മൾ അപ്പം വരും. ഇതിൻ്റെ വെള്ളം ഇല്ലല്ലോ ഇതിൽ, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം കുടിച്ചോ റൂഫി? വെള്ളം കുടിച്ചോ? വേണ്ടേ? ഇന്ന് നല്ല ക്ലൈമറ്റാണ്, കാണാണ്ട. എൻ്റെ മുല്ലപ്പൂ. പക്ഷേ ഇത് അരിമുല്ല ആയതുകൊണ്ടില്ലേ വേഗം മണം കുറയുണ്ട്. നമുക്ക് എന്താ പറയുക, ഗുണ്ടുമല്ലി, അതിനെന്താ പറയുക, ഉണ്ടമുല്ല വെക്കണം. ഇതാണ് കേട്ടോ റൂഫിൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. കാരണം അവിടെ ഒരു പപ്പി വന്നിട്ടുണ്ട് ഇപ്പോൾ ആ വീട്ടിൽ, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. സോ ആ പപ്പി കരയുമ്പോൾ റൂഫിൻ്റെ പഴയ പപ്പീനെ ഓർമ്മ വരുമെന്നാണ്, കൊച്ചുങ്ങളെ. അപ്പോൾ റൂഫി ഫുള്ള് നെർവസ് ആവും. അയ്യോ എൻ്റെ ഫിഷ് ഇവിടെ കരിയും. ഓക്കെ, ഞാൻ കഴിക്കട്ടെ ഗൈസ്. 4 മണി.
4 മണിക്ക് ഞാനെൻ്റെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇത് കുറച്ച് എന്താണ് എന്തോ ഒരു റൈസ്, ഓക്കെ ബസ്മതി റൈസ് വെച്ചിട്ട് 2 ഫിഷ് ഫ്രൈ, കുറച്ച് അച്ചാർ, കുറച്ച് കുക്കുംബർ, രാവിലത്തെ മുട്ടക്കറീൻ്റെ മസാല, പിന്നെ ലാസ്റ്റിൽ ഇച്ചിരി കേടും കഴിക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റൂഫി. ഡാഡി ഇത് ഡാഡി മേലെ. എന്നാ എന്നാ നീയേ എനിക്ക് സമയായി. ഹലോ എനിക്ക് ജോറോ വാക്കിംഗ് പോവാ? പുറത്ത് പോവാ? പുറത്ത് പോവാ? വാക്കിംഗ് പോവാ? ഇവിടെ കയറ്. അവിടെ ഇരിക്കും. സിറ്റ്. നിന്നല്ലേ കൊണ്ടുപോണ്? പിന്നെന്താ? ഇതൊരു ദേഷ്യം വരുന്നുണ്ട് നിനക്ക്. ഇതൊരു ദേഷ്യം വരുന്നുണ്ട്. അവിടെ ഇരിക്കേ. താഴെ പോ. നിന്റെ കഴിഞ്ഞു. താഴെ പോ. റൂഫി അപ്പ് അപ്പ്. ഗുഡ് ഗേൾ. അവ അങ്ങനൊക്കെ പറയും, നീ പേടിക്കൊന്നും വേണ്ട. റൂഫി കം ഹിയർ. റൂഫി അപ്പ്. റൂഫി അപ്പ് അപ്പ്. ലീഷ് ഇടാ. സോറോ കുറച്ച് നേരം അടങ്ങി. ഇവിടെ വാ. ഡേ നിനക്ക് ഓൾറെഡി ഒരു ലീഷ് ഇട്ടുണ്ട്. ഡേ പോടാ, താഴെ പോടാ. ഒരു ലീഷയുടെ ഒരാൾക്ക് ഇടാൻ പാടുള്ളൂ. ഇത് ഡാഡി വിളിക്കുന്നുണ്ട് സോറോനെ. സുഖി സോറോനെ വിളി. അതാ ഡാഡി വിളിക്കുന്നു. പോയി നോക്കാം. ലീഷ് ഇട്ട് നോക്കാം. ഇവളുടെ ലീഷ് ഇടാൻ സമ്മതിക്കണില്ല. കം ഹിയർ കം ഹിയർ. അതിട്. വാ. इधर था, वो देख के पूरा रन करके पूरा आ गया। मोमो को देखकर. हाँ. फिर मोमो അങ്ങനെ ഞങ്ങളുടെ വാക്കിംഗ് പോയിട്ടിരിക്കുകയാണ്. ഇതേ സോറോനെ കാണാനുണ്ട്. സോറോന് നടക്കാൻ മടിയായിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് സോറോ. സൺസെറ്റ് ആവാറായി. സോ നമ്മളെ ഫ്രണ്ട്സ് ഇല്ലേ, മൊമ്മോൻ്റെ പാരൻസ്, അവർ നാട്ടിൽ പോവാം, ഒറീസ. സോ മൊമ്മോന് ഒരു 10 days 15 days നമ്മളുടെ അടുത്തായിരിക്കും. ഓൾമോസ്റ്റ് 15 days. സോ അവരെ കൊണ്ട് ഫുൾ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് ശരിക്കും ഒരു ബോർഡിങ് സ്കൂളിലാക്കി പോണ പോലെ ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് ട്രെയിൻ ചെയ്യാനാക്കിയിട്ട് പോണ പോലെ. പിന്നെ ഒന്നാണ് സോറോ മൊമ്മോ റൂഫി ഉള്ളതുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് കുറച്ച് വേഗം പഠിച്ചിട്ട് വേഗം ട്രെയിൻ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരി, നോക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീക്കെൻഡ് മുതൽ വീട്ടിൽ 3 ആളുണ്ടാവും. 3 കിഡ്സിനെയും നമ്മൾ നോക്കണം. അപ്പം ഇനി മുതൽ രാവിലത്തെ വാക്കിങ്ങിനും ഞാൻ പോകേണ്ടി വരും. സുഗി നോക്ക്, റൂഫി പോണ്. അങ്ങനെ പോണ്. पीस का प्राइस है ना? 1 पीस कितना? 5 rupees 1 पीस. ഞാൻ വരുന്നെ. കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ.
ഇത് ഞാൻ വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം. സുഗീനെ കൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യിപ്പിക്കാം. അപ്പോഴാണല്ലോ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ചായേനെ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റൂ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ ഹോം. ഈ സമയത്ത് പാർക്കിൽ ഭയങ്കര തിരക്കാട്ടോ, കാണാണ്ടോ, നിറയെ ആൾക്കാർ. ഡു ദ ഓണർ. പിന്നെ സുഗി, ഇത് അൺപാക്ക് ചെയ്യുമ്പോ അങ്ങനെ ഒരു കാര്യം പറയും. ഇന്നലെ നമ്മൾ കണ്ട പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഏതാ പടം? ബാലൻ ദ ബോയ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല സിനിമയാണ്. കൊറേ കാസ്റ്റ് അത് ഇതൊന്നും ഒന്നുമില്ല. എനിക്ക് കുറച്ച് പ്രിഡിക്റ്റബിൾ ആയിരുന്നു ക്ലൈമാക്സ്, ബട്ട് സ്റ്റിൽ അടിപൊളി മൂവിയാണ്. ആ ക്ലൈമാക്സിന്റെ കുറച്ച് മുന്നേ നീ എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു അതങ്ങനെയല്ല, ഇത് ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് എന്റെ സസ്പെൻസ് കൊണ്ടേ കളഞ്ഞു. പിന്നെ അങ്ങനെ അപ്പൊ നല്ല പടമായിരുന്നു അല്ലേ? തിയേറ്റർ എക്സ്പീരിയൻസ് വിഷ്വൽ അടിപൊളിയാ. പക്ഷെ ആ കുട്ടിച്ചക്കൻ വേറെ ലെവൽ. മറ്റേ ചെക്കൻ വലുതായിട്ടുള്ള രണ്ടാൾക്കാരും പിന്നെ അമ്മയും പുതിയ അമ്മ അടിപൊളിയായിരുന്നു. പിന്നെ ഒരേ ഒരു ഇത് നമ്മൾ PVR കണ്ടു. PVR സ്മോൾ ഓഡിയിലാ കണ്ടത്. അത് ക്ലാരിറ്റി തീരെ ഉണ്ടായിരുന്നില്ല. അത് ഓഡിയുടെ പ്രശ്നമാണ്. ഗ്രാൻഡ് സിനിമാസിൽ കണ്ട് കണ്ട് പഴകി. അതെ, നമുക്ക് അത് മതി നോക്കി, ഞങ്ങൾക്ക് ലോക്കൽ മതിന്ന്. ഞങ്ങക്ക് PVR ഐനോക്സ് ഒന്നും വേണ്ട. നെക്സ്റ്റ് നമ്മൾ ഏത് പടാ സുഖി കാണാൻ പോണത്? സ്പൈഡർമാൻ. സ്പൈഡർമാൻ ജൂലൈ ഉണ്ട്. അതിനു മുമ്പ് എന്തെങ്കിലും കാണണോ? ഓക്കെ. ഇപ്പൊ എന്താ വന്നുള്ളത് പാർസൽ? അതായത് സുഗി ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ വീഡിയോ എടുത്തു തരാൻ വേണ്ടി ഞാൻ വേറൊരാളിനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സുഗി. നീ എന്തിനാ വന്നിട്ട് ചെക്ക? കവറിന്റെ സൗണ്ട് കേട്ട അപ്പ വരും. നിന്റെ അവന് കവർ വേണമെന്ന്. ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കാം. ഓക്കെ, ഒന്നാമത്. പിന്നെ നിനക്ക് ഇതാ സൈഡിൽ എടുക്കണ്ടോ പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് എടുക്കണം പറഞ്ഞാലും അതും ചെയ്യാൻ പറ്റും. ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ഊരിയിട്ട് വെക്കണോ? ഇല്ല, നീ ഇങ്ങനെ വെച്ചാൽ മതി. നിനക്ക് ഇതിലെല്ലാം സെറ്റ് ആയിക്കോളും. അത് റൊട്ടേഷണൽ അല്ല, അല്ലാണ്ട് ഏത് കനസ്തര. ഓ, ടോപ്പ് ആംഗിളിൽ നിന്ന് എടുക്കണമെങ്കിൽ അതും പറ്റും പറയുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് താങ്ങൂലേ? വീഴൂലല്ലോ ഫോണിൽ. തൽക്കാലം നിന്റെ ഫോൺ വെച്ചിട്ട് കാണിക്ക്. എന്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കല്ലേ, അപ്പൊ നിന്റെ ഫോണിൽ വെച്ചിട്ട് അതെന്താ ഫുള്ള് ടൈറ്റ് ആവൂലേ? പിന്നെ ഇത് മറ്റേ അതിന്റെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കൈ കാല് പോലൊക്കെ വളയും പറഞ്ഞിട്ട്. ഇത് എവിടെയെങ്കിലും ഒക്കെ തൂങ്ങാവിടാ പറഞ്ഞിട്ട്. അതിന്റെ കാലൊക്കെ ഫ്ലെക്സിബിളാ. പൊട്ടിയാ? ഇപ്പൊ നമ്മൾ ജിമ്മിലൊക്കെ പോയാൽ നമുക്ക് അതിൽ കൊണ്ടുപോയി തൂങ്ങിയിടാൻ പോലെ വെക്കാൻ പറ്റും. ജനലിന്റെ കമ്പിയാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ തൂക്കിയിടാനും പറ്റും. Rufy, up, up, up. ഇന്ന് ഞാൻ കുടിക്കാൻ പോണത്, ഇന്നലെ ഗ്രീൻ ടീ ആയിരുന്നു, ഇന്ന് ഹൈബിസ്കസ്. സോ നമ്മൾ കുറച്ച് ഹൈബിസ്കസിൻ്റെ ഇതെടുത്ത് ഇതിലിട്ടിട്ട്
എന്നിട്ട് അതിനെ നമ്മൾ ക്ലോസ് ചെയ്യും. Then to the stove. ഇനി ഇത് തിളച്ച് വരട്ടെ. അപ്പോഴത്തേനും എനിക്ക് വർക്ക് ഉണ്ട് കുറച്ച്, ഞാൻ പോയി പണി ചെയ്യട്ടെ. എന്താ റൂഫി വിശക്കുണ്ടാ? ചിക്കൻ വേണ? യമ്മി യമ്മി ചിക്കൻ വേണ? ചിക്കൻ വേണാടി അമ്മുക്കുട്ടി, ഷൊട്ടിക്കുട്ടി, ചിക്കൻ. ചോറോ ഇവിടെ മേലെ കൂടെ നോക്ക്. ചിക്കൻ വേണ? വിശക്കുണ്ടാ? ഓ ഫുഡ് വേണ? ഫുഡ് തരട്ടെ? വേണ? ശരി നടക്ക്, ഫുഡ് തരാം. വാക്ക് ഗോ, ഫുഡ് തരാം. ചിക്കനോ, ചിക്കൻ്റെ ലിവർ, ഫിഷ്, ഇങ്ങനെയുള്ള മട്ടൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീറ്റ് ഐറ്റംസ് ആണെങ്കിൽ ഞാൻ അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ, വാരി കൊടുക്കും. കാരണം അങ്ങനെ വെച്ച് കൊടുത്താൽ അവർ ഹൈദർ ഭയങ്കര ഫാസ്റ്റായി കഴിക്കും, ഇല്ലെങ്കിൽ സോറോ കഴിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ 2 പേർക്കും ഈക്വലായിട്ട് ബാലൻസ് ആയിട്ട് സ്ലോ ആയിട്ട് കൊടുക്കും. അപ്പോൾ അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ ആകണം ഡെയിലി, വേറെ വഴിയൊന്നുമില്ല, അങ്ങനെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ 2 തരണ്ട. അപ്പോൾ ഒരു സമ്മർ വെക്കേഷൻ മൊത്തം റിലയൻസ് സ്റ്റോറിൽ മാത്രം അവിടെ. റോബസ്റ്റ് ചിമ്മി പൊയ്ക്കും. ഹലോ, അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണു. നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ട് വെച്ചെങ്കിൽ താങ്ക് യു സോ മച്ച്. അതായത് നിങ്ങൾ എൻ്റെ ഫുൾ വീഡിയോ കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അങ്ങനെ Day 2 of 100 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നടന്ന കുട്ടി കുട്ടി കാര്യങ്ങളും എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഒരു റെഗുലർ ഡേ ആയിരുന്നു. സോ അതിൽ നടന്ന കുട്ടി കുട്ടി ഇൻസിഡൻസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തുള്ളത്. പിന്നെ ഇന്നത്തെ ഡിന്നർ കാണിച്ചിട്ടില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നത്തെ ഡിന്നർ ഞാൻ സ്കിപ്പ് ചെയ്തു. കാരണം ഞാൻ ഇന്ന് ചായ കുടിക്കാൻ പോയിണ്ടായിരുന്നു പുറത്ത്. അപ്പം ഞാൻ ഇന്ന് ഡിന്നർ സ്കിപ്പ് ചെയ്തു. പിന്നെ ആക്ച്വലി നമ്മൾ ഒരു 30 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ 3 നേരം കഴിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് വിശക്കുമ്പോൾ കഴിക്കണം എന്നേ ഉള്ളൂ. 2 നേരം പ്രോപ്പറായി കഴിച്ചാലേ മതി. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ അങ്ങനെ കഴിച്ചാൽ മതി. ഉറങ്ങുന്നതിൻ്റെ ഒരു 3 hours ബിഫോർ എങ്കിലും കഴിക്കൽ നിർത്തണം. ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇടയ്ക്ക് മാത്രം ഇപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വേറെ വഴി ഉണ്ടാവില്ല. ഫ്രണ്ട്സിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്യാതറിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ മാക്സിമം കുറച്ച് നേരത്തെ ഏർലി ഡിന്നർ ആക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. സോ ഇന്ന് ഞാനൊരു ഹെർബൽ ടീയും പിന്നെ ചായയും പഴംപൊരിയും പരിപ്പോടൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്തു. കുറച്ച് ഫ്രഷ് ആകണം. ഇനി ഒന്ന് ഫ്രഷ് ആകുക, ഡ്രസ്സൊക്കെ മാറുക, കിടന്നുറങ്ങുക, അത്ര തന്നെ. ഇപ്പോൾ ഓൾമോസ്റ്റ് 11 o'clock ആയി. 11 ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ വർക്ക് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജോലിയിലും കുറച്ച് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറേ പണിയുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെച്ചെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ഒരു കുട്ടി യൂട്യൂബ് ചാനലിനെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം, വലുതാക്കണം. ഞാനിത് ഒരു പാഷനായിട്ട് തുടങ്ങിയതായിരുന്നു ഒരു സമയത്ത്. പിന്നെ ഓരോ ചുറ്റുപാടുകളിൽ അത് ഇടയിൽ വിട്ടുപോയി. ഇപ്പം റെഗുലർ ആവണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചും തുടങ്ങിയത്.
എനിക്കെന്തോ ഓപ്പോസിറ്റിൽ ആരോ ഉണ്ട്, ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. സോ ഐ എം എൻജോയിങ് ഇറ്റ് നൗ. ഞാൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആവുന്നുണ്ട്. അതായത് വീഡിയോ എടുക്കണം എന്നുള്ളത് ഞാൻ ഓർക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ. മറ്റേ ഞാൻ എപ്പോഴും മറന്നു പോവാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിയാണ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. സോ നാളെ ഡേ 3 of 100 ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.